ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇതായി കാണുന്ന തുളസി ചെടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. എല്ലാ വീടുകളിലും സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ സസ്യം എല്ലാവരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്നത് ഒരുപാട് ഉപയോഗമുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പനി, ജലദോഷം, അതുപോലെ തന്നെ ചെറിയ പ്രാണികളുടെ കടിയേൽക്കുമ്പോഴൊക്കെ നമ്മളിത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഈ ചെടിയാണ് രംഭ എന്ന് പറയുന്നത്. രംഭയില ബിരിയാണിയിലും അതുപോലെ തന്നെ ഇറച്ചിയിലും ഒക്കെ ചേർക്കുന്ന ഒരു ഇലയാണ്. ഇതിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമുക്ക് വേറൊരു ദിവസം കാണാം. ഇന്ന് ഈ തുളസിയെക്കുറിച്ചുള്ള അതിൻ്റെ ശാസ്ത്രീയ നാമവും മറ്റു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ നിത്യം കാണുന്ന ഔഷധ സസ്യമായ തുളസി ചെടിയുടെ ശാസ്ത്രീയ നാമം ഒസിമം സാങ്ക്ടം എന്നാണെന്ന് എത്ര പേർക്കറിയാം? സംസ്കൃതത്തിൽ മാഞ്ചരി, കൃഷ്ണതുളസി, സുരസ, ഗ്രാമ്യ, സുരഭി, ബഹുമഞ്ചരി, ഫുദഗ്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ ഇതിന് നീറ്റുപച്ച എന്നും പേരുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ രാജകീയം എന്ന അർത്ഥത്തിൽ ബേസിൽ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും കണ്ടുവരുന്ന തുളസി ഔഷധ സസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടു വളർത്താറുണ്ട്. പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ള സസ്യമാണ് തുളസി. തെക്കേ ഏഷ്യയിൽ ഇതൊരു ഔഷധ സസ്യമായി അറിയപ്പെടുന്നു. കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും യഥാക്രമം കൃഷ്ണതുളസി എന്നും രാമതുളസി എന്നും പറയുന്നു. ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. ഒരു ആയുർവേദ ഔഷധം കൂടിയാണ് കൃഷ്ണതുളസി. ഭാരതത്തിലെ പല ആചാരങ്ങളിലും തുളസി ഉപയോഗിച്ചു വരുന്നു. ഈ ചെടിയുടെ പ്രത്യേകതകൾ 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ വളർന്നു വരും എന്നുള്ളതാണ്. സസ്യത്തിൻ്റെ തണ്ടുകൾക്ക് ഇരുണ്ട നീലയോ ഇളം പച്ചയോ നിറമാണ്. ധാരാളം ശാഖോപശാഖകളായി വളരുന്ന തുളസിയുടെ ഇലകൾ സമുഖമായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലകൾക്ക് 5 സെൻറ്റിമീറ്ററോളം നീളം വരും. പുഷ്പങ്ങൾക്ക് ഇരുണ്ട നീലയോ പച്ചയോ നിറമായിരിക്കും. കായ് വളരെ ചെറുതാണ്. മഞ്ഞയോ ചുവപ്പോ ആണ് വിത്തുകളുടെ നിറം. സസ്യത്തിൽ പ്രത്യേക സുഗന്ധമുള്ള ധാരാളം എണ്ണ ഗ്രന്ഥികളുമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.